ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലത്തെ 1-ാം ഞായറാഴ്ചയിൽ നാം ധ്യാനിക്കുന്നത് മരുഭൂമിയിൽ യേശുവിനുണ്ടായ 3 പ്രലോഭനങ്ങളാണ്. വളരെ ആഴമായ ആത്മീയ അറിവുകൾ ഇതിലൂടെ നമുക്ക് നൽകുകയാണ്. 1-ാമത്തെ പ്രലോഭനം കല്ലുകളോട് അപ്പമാകാൻ പറയുക എന്നതാണ്. 40 ദിവസത്തെ ഉപവാസത്തിനു ശേഷം യേശു ശാരീരികമായി ക്ഷീണിതനും വിശക്കുന്നവനുമായിരുന്നു. പ്രലോഭനം സൂക്ഷ്മമായി ഒന്ന് നോക്കിയാൽ പ്രകടമായ രീതിയിൽ ഒരു പാപം ചെയ്യാൻ പിശാച് അവിടത്തോട് ആവശ്യപ്പെടുന്നില്ല. മറിച്ച് വളരെ യുക്തിസഹമായ ഒരു കാര്യമാണ് അവൻ നിർദ്ദേശിക്കുന്നത്. നിനക്ക് വിശക്കുന്നുണ്ട്, നിനക്ക് അധികാരവുമുണ്ട്, എന്തുകൊണ്ട് അതുപയോഗിച്ച് ഈ കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞുകൂടാ എന്നാണ്. എന്നാൽ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം അപ്പമല്ല, ആശ്രയത്വമാണ്. കല്ലുകളെ അപ്പമാക്കാൻ യേശുവിന് കഴിയുമായിരുന്നു. പിന്നീട് അവൻ മറ്റുള്ളവർക്കായി അപ്പം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. അതിനാൽ ആ പ്രവൃത്തി അതിൽ തന്നെ ഒരു തിന്മയല്ല. എന്നാൽ ഇവിടുത്തെ പ്രലോഭനം ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം അവൻ്റെ ദൈവിക ശക്തി അവന് വേണ്ടി തന്നെ ഉപയോഗിക്കുക, ദൈവഹിതത്തിൽ നിന്ന് സ്വതന്ത്രനായി പ്രവർത്തിക്കുക, അനുസരണമില്ലാതെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുക എന്നിവയാണ്. നീ ദൈവപുത്രനാണെങ്കിൽ കല്ലുകളോട് അപ്പമാകാൻ പറയുക എന്നാണ്. ഇവിടെ പിശാച് യേശുവിൻ്റെ പുത്രത്വത്തെയാണ് ആക്രമിക്കുന്നത്. എന്നാൽ യഥാർത്ഥ പുത്രത്വം ആശ്രയത്വമാണ്, സ്വന്തം ഇഷ്ടം സ്ഥാപിക്കലല്ല. ശാരീരിക മോഹങ്ങളെക്കാൾ ഉപരിയായി അനുസരണം തിരഞ്ഞെടുത്തുകൊണ്ട് യേശു ഈ പ്രലോഭനം വിജയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രലോഭനം ജീവിതത്തെ ഭൗതിക സംതൃപ്തിയിലേക്ക് ചുരുക്കാനുള്ള, ശരീരത്തിനും സുഖത്തിനും നിലനിൽപ്പിനും മാത്രം പ്രാധാന്യം നൽകി ഭൗതിക തലത്തിൽ മാത്രം ജീവിക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ യേശു പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ശ്രദ്ധിക്കുക, അപ്പം ആവശ്യമില്ലെന്ന് അവിടുന്ന് പറയുന്നില്ല, അപ്പം മാത്രം പോരാ എന്നാണ്. നമ്മൾ ശരീരവും ആത്മാവുമാണ്. ശരീരത്തിന് മാത്രം ഭക്ഷണം നൽകുമ്പോൾ ആത്മാവ് പട്ടിണി കിടക്കുന്നു. ആത്മാവിന് വേണ്ട ഭക്ഷണമായ വചനവും നാം നൽകണം. ആധുനിക സംസ്കാരം നിരന്തരം ഈ മരുഭൂമിയിലെ പ്രലോഭനം ആവർത്തിക്കുന്നു. തിന്നുക, കുടിക്കുക, വാങ്ങുക, ആസ്വദിക്കുക, അതാണ് ജീവിതം. പലപ്പോഴും വിജയം ശമ്പളത്താലും സന്തോഷം സുഖസൗകര്യങ്ങളാലും അളക്കപ്പെടുന്നു. എന്നാൽ അതിൻ്റെ ഫലമോ സമാധാനമില്ലാത്ത സമൃദ്ധി, സന്തോഷമില്ലാത്ത വിനോദം, സംതൃപ്തിയില്ലാത്ത ഭക്ഷണം എന്നത് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ ദൈവം യേശുവിനെ വിശപ്പനുഭവിക്കാൻ അനുവദിച്ചു. കാരണം വിശപ്പ് ആഗ്രഹങ്ങളെ ശുദ്ധീകരിക്കുന്നു. ശാരീരികമായ വിശപ്പ് കൂടുതൽ ആഴത്തിലുള്ള ഒരു വിശപ്പിനെ വെളിപ്പെടുത്തുന്നു, പിതാവിനായുള്ള വിശപ്പ്. അങ്ങനെ മരുഭൂമി നമ്മെ പഠിപ്പിക്കുന്നത് നാം സ്വയം പര്യാപ്തരല്ല, നാം ആശ്രയിക്കുന്നവരാണ്, നമുക്ക് ഭക്ഷണത്തേക്കാൾ ആവശ്യം ദൈവകൃപയാണ് എന്നൊക്കെയാണ്. ചില സമയങ്ങളിൽ വൈകാരികമായ വരൾച്ച, സാമ്പത്തിക ബുദ്ധിമുട്ട്, ശാരീരിക അസ്വസ്ഥതകൾ പോലുള്ള മരുഭൂമി അനുഭവം നമ്മുടെ ജീവിതത്തിലും ദൈവം അനുവദിക്കുന്നു. അവ നമ്മെ ശിക്ഷിക്കാനല്ല, മറിച്ച് ശുദ്ധീകരിക്കാനാണ്, ദൈവത്തെ മാത്രം ആശ്രയിക്കാനുമാണ്. ഇവിടെ വളരെ സുന്ദരമായ ഒരു ദിവ്യകാരുണ്യ അർത്ഥം കൂടിയുണ്ട്. തനിക്കായി കല്ലുകളെ അത്ഭുതകരമായി അപ്പമാക്കി മാറ്റാൻ വിസമ്മതിച്ച യേശു പിന്നീട് നമുക്കായി അപ്പത്തെ തൻ്റെ ശരീരമാക്കി മാറ്റുന്നു. അവിടുന്ന് അത്ഭുതകരമായി തന്നെ സംതൃപ്തനാക്കിയില്ല. സ്വീകരിക്കാൻ പിശാച് യേശുവിനെ പ്രലോഭിപ്പിച്ചപ്പോൾ നൽകാനാണ് യേശു തിരഞ്ഞെടുക്കുന്നത്. പ്രലോഭനവും രക്ഷയും തമ്മിലുള്ള മുഴുവൻ വ്യത്യാസവും അതുതന്നെയാണ്. കല്ലുകളിൽ നിന്ന് അപ്പമുണ്ടാക്കാൻ വിസമ്മതിച്ച അവിടുന്ന് മനുഷ്യരാശിക്ക് ഇനി ഒരിക്കലും വിശക്കാതിരിക്കാൻ അവിടുന്ന് തന്നെ ജീവന്റെ അപ്പമാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, വളരെ തിരക്കായതിനാൽ നാം പ്രാർത്ഥന അവഗണിക്കുമ്പോൾ, മനസാക്ഷിയേക്കാൾ സുഖസൗകര്യങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ, സാമ്പത്തിക നേട്ടത്തിനായി നാം ആത്മീയ ജീവിതത്തിൽ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ, ക്ഷമാപൂർവമായ ആശ്രയത്വത്തിന് പകരം പെട്ടെന്നുള്ള ആശ്വാസം തേടുമ്പോൾ ഒക്കെ ഈ പ്രലോഭനം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇതിനുള്ള മറുമരുന്ന് ഉപവാസം, വചനം, അനുസരണം എന്നിവയാണ്. ആഗ്രഹങ്ങളെ പരിശീലിപ്പിക്കുക, മനസ്സിനെ നവീകരിക്കുക, ഇച്ഛയെ ദൈവഹിതത്തോട് ചേർത്ത് നിർത്തുക. ഇനി 2-ാമത്തെ പ്രലോഭനം, പിശാച് യേശുവിനെ ജെറുസലേം ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറയുന്നു,
നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. നോക്കുക, പിശാച് ദൈവവചനം ഉദ്ധരിക്കുകയാണ്. പൈശാചിക പീഡനത്തിനെതിരെയുള്ള സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്ന സങ്കീർത്തനം. എന്നാൽ പിശാച് ആ സംരക്ഷണ വാഗ്ദാനത്തെ അവിവേകത്തിനുള്ള അനുവാദമാക്കി മാറ്റുന്നു, സത്യത്തെ വളച്ചൊടിക്കുന്നു. പിശാചിന് ദൈവശാസ്ത്രം അറിയാം, എന്നാൽ അവൻ സ്നേഹിക്കുന്നില്ല. അനുസരണയില്ലാത്ത അറിവ് ആത്മീയ അഹങ്കാരമായി മാറുന്നു. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുന്നതല്ല. ഇത് ആത്മീയ അഹങ്കാരത്തെയും അമിത അവകാശത്തെയും കുറിച്ചാണ്. പിശാച് ആവശ്യപ്പെടുന്നത് നീ ദൈവപുത്രനാണെങ്കിൽ നിന്റെ വ്യക്തിത്വം പരസ്യമായി തെളിയിക്കുക എന്നാണ്. നാടകീയമായി പ്രവർത്തിക്കാൻ ദൈവത്തെ നിർബന്ധിക്കുക, പ്രകടനങ്ങളിലൂടെ അംഗീകാരം നേടുക, വ്യക്തിപരമായ മഹത്വത്തിനായി ദൈവത്തെ ഉപയോഗിക്കുക എന്നിങ്ങനെയുള്ള പ്രലോഭനമാണിത്. അനുസരണത്തിലൂടെ പുത്രത്വം ജീവിക്കുന്നതിനു പകരം പ്രകടനങ്ങളിലൂടെ പുത്രത്വം തെളിയിക്കാൻ പിശാച് നിർദ്ദേശിക്കുന്നു. ഈ പ്രലോഭനത്തിൽ വീണു പോകുമ്പോൾ 2 ആത്മീയ തെറ്റുകൾ സംഭവിക്കാം. ദൈവം എന്നെ സഹായിക്കില്ല എന്ന നിരാശ. 2, ഞാൻ ആവശ്യപ്പെടുന്ന രീതിയിൽ ദൈവം എന്നെ സഹായിക്കണം എന്ന അമിത അവകാശവാദം. ദൈവത്തിന് എന്നോട് കടപ്പാടുണ്ട്. അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് തെളിയിക്കണം. അവിടുന്ന് എന്നെ നാടകീയമായി രക്ഷിക്കട്ടെ. എന്നാൽ യഥാർത്ഥ വിശ്വാസം നമ്മുടെ വ്യവസ്ഥകൾക്കനുസരിച്ച് തെളിവ് ആവശ്യപ്പെടുന്നതല്ല. സ്നേഹത്തിന് നിരന്തരമായ പരീക്ഷണങ്ങൾ ആവശ്യമില്ല. ഇനി പിശാച് യേശുവിനെ ദേവാലയത്തിൻ്റെ ശൃംഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അതായത്, ഈ പ്രലോഭനം ലൗകികമല്ല, അത് മതപരമാണ്. ശ്രദ്ധ നേടാൻ മതത്തെ ഉപയോഗിക്കാനുള്ള പ്രലോഭനമാണിത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. മിശിഹ താഴേക്ക് ചാടുന്നു. മാലാഖമാർ അവിടുത്തെ താങ്ങുന്നു. ജനക്കൂട്ടം അത്ഭുതപ്പെടുന്നു. പെട്ടെന്നുള്ള പ്രശസ്തി. അവിടെ കുരിശില്ല, സഹനമില്ല, ഉടനടിയുള്ള സ്വീകാര്യത. എന്നാൽ യേശു ഈ പ്രകടനത്തെ നിരസിക്കുന്നു. പരസ്യമായ കയ്യടികളേക്കാൾ മറഞ്ഞിരിക്കുന്ന അനുസരണമാണ് അവിടുന്ന് തിരഞ്ഞെടുക്കുന്നത്. ഈ പ്രലോഭനം നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എപ്പോഴെന്നാൽ, നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ശരിക്കും കരുതുന്നുണ്ടെങ്കിൽ അവിടുന്ന് അത് ഉടനടി പരിഹരിക്കണം എന്ന് പറയുമ്പോഴും, വിശ്വസിക്കുന്നതിന് മുമ്പ് നാം അടയാളങ്ങൾ ആവശ്യപ്പെടുമ്പോഴും, പ്രശംസിക്കപ്പെടാൻ വേണ്ടി നാം ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോഴും, നമുക്ക് പെട്ടെന്ന് കാണാവുന്ന ഫലങ്ങൾ വേണമെന്ന് വാശി പിടിക്കുമ്പോഴും, വിജയത്തെ എണ്ണവും കയ്യടിയും വെച്ച് അളക്കുമ്പോഴുമൊക്കെ ഈ പ്രലോഭനത്തിൽ വീഴുകയാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസം പലപ്പോഴും ശാന്തവും മറഞ്ഞിരിക്കുന്നതും ക്ഷമാപൂർവകവുമാണ്. പിന്നീട് കുരിശിൽ കിടക്കുമ്പോൾ സമാനമായ പ്രലോഭനവുമായി ആളുകൾ പറയും, നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് താഴെ ഇറങ്ങി വരിക. എന്നാൽ യേശു കുരിശിൽ തന്നെ തുടരുന്നു. സഹനത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് അവിടുന്ന് തൻ്റെ പുത്രത്വം തെളിയിക്കുന്നില്ല. സഹനത്തിലൂടെയുള്ള അനുസരണത്തിലാണ് അവിടുന്ന് അത് തെളിയിക്കുന്നത്. അത് വെളിപ്പെടുത്തുന്നത് ദൈവപിതാവിലുള്ള ആഴമായ വിശ്വാസമാണ്. മാലാഖമാരെ കണ്ടില്ലെങ്കിലും ഒരത്ഭുതവും സംഭവിച്ചില്ലെങ്കിലും ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനായി എനിക്ക് തോന്നിയാലും ദൈവം വിശ്വസ്തനാണ്. അതാണ് പക്വതയാർന്ന വിശ്വാസം. പിശാച് പറയുന്നു, ദൈവത്തെ കൊണ്ട് ചെയ്യിക്കുക. യേശു പറയുന്നു, ഞാൻ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കും. നാടകീയമായ പ്രകടനങ്ങളിലേക്ക് പിശാച് പ്രലോഭിപ്പിക്കുന്നു. യേശു നിശബ്ദമായ വിശ്വസ്തത തിരഞ്ഞെടുക്കുന്നു. വിശ്വാസം ഒരു പ്രകടനമല്ല, അത് സമർപ്പണമാണ്. ആ സമർപ്പണം ഏത് അത്ഭുതത്തെക്കാളും ശക്തവുമാണ്. 3-ാമത്തെ പ്രലോഭനം ഏറ്റവും അപകടകരമായ ഒന്നാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും കാണിച്ചു കൊടുത്തിട്ട് പിശാച് പറയുന്നു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് നൽകാം. ഇത് പ്രലോഭനങ്ങളുടെ പാരമ്യമാണ്. ഇത് കേവലം രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ചല്ല, മറിച്ച് സഹനമില്ലാത്ത മഹത്വത്തെക്കുറിച്ചാണ്, അനുസരണമില്ലാത്ത അധികാരത്തെക്കുറിച്ചാണ്, കുരിശില്ലാത്ത വിജയത്തെക്കുറിച്ചാണ്. യേശു വന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും സ്വീകരിക്കാനാണ്. പിതാവ് അവിടത്തേക്ക് ജനതകളെ നൽകുമെന്ന സങ്കീർത്തന പ്രവചനവുമുണ്ട്. അതിനാൽ ലക്ഷ്യം രാജ്യത്വം എന്നത് അതിൽ തന്നെ തെറ്റല്ല. എന്നാൽ രീതിയാണ് പ്രശ്നം. കാൽവരിയില്ലാത്ത കിരീടവും ത്യാഗമില്ലാത്ത വിജയവും
രക്ഷാകര പ്രവൃത്തിയില്ലാത്ത ഭരണവുമാണ് പിശാച് വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും ആഴത്തിലുള്ള പ്രലോഭനമാകുന്നത്. പാപകരമായ ഓരോ വ്യവസ്ഥിതിക്കും, അഴിമതി നിറഞ്ഞ ഓരോ മോഹങ്ങൾക്കും പിന്നിൽ വിഗ്രഹാരാധനയുണ്ട്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട മറ്റെന്തോ ഒന്ന്. സ്വാർത്ഥമായ സ്വാധീനം നേടുന്നതിനായി ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ വിട്ടുവീഴ്ച ചെയ്യുക. അല്പമൊന്ന് കുമ്പിടുക. അപ്പോൾ നിനക്കെല്ലാം വേഗത്തിൽ നേടാം. തിന്മ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. അത് ഉടനടി ദൈവത്തെ പൂർണ്ണമായി തള്ളിക്കളയാൻ ആവശ്യപ്പെടാറില്ല. ഒരിക്കൽ കുമ്പിട്ടാൽ മതി. പ്രിയപ്പെട്ടവരെ, ആദ്യം ചെറിയ വിട്ടുവീഴ്ചകളാണ് അത് ആവശ്യപ്പെടുന്നത്. പിന്നീട് അത് നമ്മെ പതിയെ നാശത്തിലേക്ക് എത്തിക്കും. ഈ പ്രലോഭനം ഇന്നും വളരെ പ്രസക്തമാണ്. അത് മന്ത്രിക്കുന്നു, സത്യത്തെക്കുറിച്ച് നിശബ്ദനാവുക, നീ സ്വീകരിക്കപ്പെടും. ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുക, നിനക്ക് സ്വാധീനം, സമ്പത്ത്, സൽപ്പേര്, ആനുകൂല്യങ്ങൾ ഒക്കെ ലഭിക്കും. ഏത് മേഖലയിലായാലും ഇത് സത്യമാണ്. ശുശ്രൂഷകളിൽ പോലും വിശുദ്ധിക്ക് പകരം ജനപ്രീതി തേടുക. മാനസാന്തരത്തിന് പകരം ആശ്വാസം പ്രസംഗിക്കുക. സമാധാനം നിലനിർത്താൻ ബുദ്ധിമുട്ടുള്ള സത്യങ്ങൾ ഒഴിവാക്കുക. ത്യാഗമില്ലാത്ത മഹത്വമാണ് അവ നൽകുന്നത്. യേശു ഇത് വിസമ്മതിച്ചതിന് കാരണം യേശുവിനറിയാം, കുരിശില്ലാതെ യഥാർത്ഥ രാജ്യമില്ല. അവിടുന്ന് സാത്താൻ്റെ വാഗ്ദാനം സ്വീകരിച്ചിരുന്നെങ്കിൽ മനുഷ്യകുലം രക്ഷിക്കപ്പെടാതെ തുടരുമായിരുന്നു. പാപം കീഴടക്കപ്പെടാതെ അവശേഷിക്കുമായിരുന്നു. മരണം പരാജയപ്പെടുത്തപ്പെടാതെ നിലനിൽക്കുമായിരുന്നു. കുരിശ് മഹത്വത്തിലേക്കുള്ള ഒരു തടസ്സമല്ല, അത് മഹത്വത്തിലേക്കുള്ള വഴിയാണ്. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ ഈ രഹസ്യം വിശദീകരിക്കുന്നു. അവിടുന്ന് മരണം വരെ, അതെ, കുരിശു മരണം വരെ തന്നെ താഴ്ത്തി. അതുകൊണ്ട് ദൈവം അവിടുത്തെ അത്യധികം ഉയർത്തി. അനുസരണത്തിന് പിന്നാലെയാണ് മഹത്വം വരുന്നത്. പ്രിയപ്പെട്ടവരെ, അധികാരത്തോടുള്ള ആർത്തി, ആധിപത്യം സ്ഥാപിക്കാനുള്ള ആഗ്രഹം, അംഗീകാരത്തിനായുള്ള കൊതി എന്നിങ്ങനെയുള്ളവ ആത്മീയമായി ഈ പ്രലോഭനത്തിൻ്റെ സൂചനകളാണ്. ഇതിൻ്റെ അടിസ്ഥാനം അഹങ്കാരമാണ്. ഈ പ്രലോഭനത്തോട് യേശു പ്രതികരിച്ചത് വളരെ കർശനമായിട്ടായിരുന്നു. സാത്താനെ, ദൂരെ പോവുക, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം വിഗ്രഹാരാധന എന്നത് ഏറ്റവും ആഴത്തിലുള്ള വിള്ളലാണ്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിൽ കുറുക്കു വഴികളില്ല. അച്ചടക്കമില്ലാതെ വിശുദ്ധിയില്ല. കുരിശുമരണമില്ലാതെ ഉയർപ്പില്ല. മുള്ളുകളില്ലാതെ കിരീടമില്ല. പിശാച് എപ്പോഴും എളുപ്പമുള്ള വഴികളാണ് നിർദ്ദേശിക്കുന്നത്. എന്നാൽ എളുപ്പവഴി അടിമത്തത്തിലേക്കാണ് നയിക്കുന്നത്. ഇടുങ്ങിയ വഴി ജീവനിലേക്ക് നയിക്കുന്നു. ഒന്നാമത്തെ പ്രലോഭനം വിശപ്പിനെ, ശാരീരിക ആഗ്രഹങ്ങളെ ആക്രമിക്കുന്നെങ്കിൽ രണ്ടാമത്തേത് ആശ്രയത്വത്തെ ആക്രമിക്കുന്നു. മൂന്നാമത്തേത് ആരാധനയെ ആക്രമിക്കുന്നു. മനുഷ്യഹൃദയത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ഭാഗമാണ് ആരാധന. നാം എന്താണോ ആരാധിക്കുന്നത് അതായി നാം മാറുന്നു. നാം അധികാരത്തെ ആരാധിച്ചാൽ നാം ക്രൂരന്മാരായി മാറും. നാം വിജയത്തെ ആരാധിച്ചാൽ നാം ഉത്കണ്ഠാകുലരായി മാറും. നാം ദൈവത്തെ ആരാധിച്ചാൽ നാം സ്വതന്ത്രരായി മാറും. നമുക്ക് യഥാർത്ഥ മഹത്വം നൽകുന്നതിനായി യേശു വ്യാജമായ മഹത്വത്തെ നിരസിക്കുന്നു. അവിടുന്ന് കുരിശ് തിരഞ്ഞെടുക്കുന്നു. തുടർന്ന് കാണുന്നത് പിശാച് അവിടുത്തെ വിട്ടുപോയി എന്നതാണ്. പ്രലോഭനം ശാശ്വതമല്ല. പിശാച് എന്നേക്കുമായി നിൽക്കുന്നില്ല. അവൻ ആക്രമിക്കുന്നു, സമ്മർദ്ദം ചെലുത്തുന്നു, നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ ചെറുത്തു നിൽക്കുമ്പോൾ അവന് അവിടെ തുടരാൻ കഴിയില്ല. വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ഇത് വലിയൊരു ആശ്വാസമാണ് നമുക്ക് നൽകുന്നത്. യേശു പിശാചുമായി വിലപേശാൻ നിന്നില്ല. അവിടുന്ന് പ്രലോഭനത്തിന് ഇടം നൽകിയില്ല. അവിടുന്ന് ഉറപ്പോടെ മറുപടി നൽകി. സാത്താൻ പിൻവാങ്ങുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ചെറുക്കപ്പെടുന്ന ഓരോ പ്രലോഭനവും ആത്മീയ ശക്തി വർദ്ധിപ്പിക്കുന്നു. പിശാചിൻ്റെ നിർദ്ദേശങ്ങൾ ഹ്രസ്വകാലത്തേക്കുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രതിഫലങ്ങൾ നിത്യമാണ്. പിശാച് താൽക്കാലിക സുഖം വാഗ്ദാനം ചെയ്യുന്നു. ദൈവം ശാശ്വതമായ സമാധാനം നൽകുന്നു. അത് സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.